വെൽക്കം ടു ഗസ്റ്റ് ടൈം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടർ നൗഷീനാണ്, സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ഡയറക്ടർ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ. ഹലോ മാം, നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. മാം, ഇപ്പം നമ്മുടെ മാമിന്റെ ഫീൽഡ് എന്ന് പറയുന്നത് തന്നെ വളരെ ഡിവൈൻ ആയിട്ടൊരു ഫീൽഡാണ്. ഓക്കെ, സോ ഒരുപാട് ആൾക്കാരുടെ ഹോപ്സിനെ റിയാലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളൊരു IVF-ന്റെ ചികിത്സയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഫിയർ ആണ് വരുന്നത്. പലപ്പോൾ ഒരു വല്ലാത്തൊരു ഭയാനകമായിട്ടൊരു അവസ്ഥയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇറ്റ്സ് എ ലോങ് ടേം, ഒരു പരീക്ഷയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലത്തെ ഒരു ലോങ് ടേം പ്രോസസ്സാണ്. അപ്പം ഈ ചികിത്സ എടുക്കുന്നതിന് മുന്നേ ഈ ശാരീരികമായിട്ടും മാനസികമായിട്ടും കപ്പിൾസിനെ റെഡിയാക്കേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ടോ? ഡോക്ടർ വീണ്ടും പറഞ്ഞതൊരു വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് ഇതിൻ്റെ ഒരു 3 to 4 ആസ്പെക്ട്സ് ആയി ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. അതായത് ഇപ്പം സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്മോക്കിംഗ്, ഇനി ആൽക്കഹോൾ അല്ലെങ്കിൽ കെഫീൻ ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ ലിമിറ്റഡ് ആൽക്കഹോൾ ആൻഡ് കെഫീൻ ഇൻടേക്ക്. അതുപോലെ തന്നെ ടേക്ക് എ വെൽ ബാലൻസ്ഡ് ഡയറ്റ്, റിച്ച് ഇൻ പ്രോട്ടീൻ എസ്പെഷ്യലി, അതായത് ഫിഷ്, മീറ്റ്, എഗ്. ഇനി പച്ചക്കറികളുടെ കേസ് ആണെങ്കിൽ ബ്രോക്കലി, ബീൻസ്, പരിപ്പ്, പയർ, ഇതൊക്കെ കൂടുതൽ കഴിക്കുന്നത് കുറച്ചുകൂടെ നമുക്ക് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ഓൾ ദിസ് തിങ്സ് നമുക്ക് ചെറിയ കാര്യങ്ങളായി തോന്നുമെങ്കിലും ഇതൊക്കെ നമുക്ക് ലോങ് ടേം IVF ഔട്ട്കമ്മിന് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി സപ്ലിമെന്റ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ദ ഗുഡ് ഓൾഡ് റെക്കമെൻഡേഷൻ ഓഫ് ഫോളിക് ആസിഡ്, വൈറ്റമിൻ C, വൈറ്റമിൻ D, coenzyme Q10 will be actually good to replenish the body. Now, weight optimization is another important aspect when it comes to IVF. Overweight ആയിട്ടുള്ള ഒരാളാണെന്നാണ് വെയിറ്റ് കുറയ്ക്കുന്നത് നമുക്ക് എഗൈൻ റിസൾട്ടിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പല ഹോർമോണൽ ഇംബാലൻസ് ആയിട്ടുള്ള കണ്ടീഷൻസിനും ഇറ്റ്സ് ബീൻ പ്രൂവൺ ദാറ്റ് ഒരു 5 to 10% ഓഫ് വെയിറ്റ് റിഡക്ഷൻ തന്നെ നമുക്ക് ഒരു ഫെർട്ടിലിറ്റി വിൻഡോനെ റീസെറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈവൻ അണ്ടർവെയിറ്റ് ആയിട്ടുള്ള ആളുകൾക്കും ആക്ച്വലി റിസൾട്ട്സ് മോശമാണ്. സോ അണ്ടർവെയിറ്റ് ആയിട്ടുള്ള ആളുകൾ വെയിറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതും എഗൈൻ റിസൾട്ട്സിനെ ബെറ്റർ ആകും. പിന്നെ ഒരു another aspect which is again well spoken is exercise part. But honestly speaking, ഞാനൊരു intense exercise-നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. Because I would always suggest to go for a moderate level of exercise. Because intense workout will actually trigger the inflammatory markers and raise your cortisol level, which is a stress hormone. And this can actually backfire. So again, a moderate level of exercise is again good for your outcome. Pinna, another underrated tool which is not much discussed is that stress management. Like having meditation, long walks, and then good sleep. Good sleep is very very important. ഇതൊക്കെ നമുക്ക് ഔട്ട്കമ്മിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ അധികം ഡിസ്കസ് ചെയ്യാത്ത എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ 2 ആസ്പെക്റ്റ് ആണ് financial aspect and the emotional aspect related to IVF. As you were saying, IVF കുറച്ച് costly treatment ആണ്. So to have a good financial planning well ahead will actually manage the stress to a certain extent. അതുപോലെ തന്നെ to connect with someone who has already undergone this process or going this process will feel you connected much and then you will not feel left out. സോ ഈ ഒരു ആസ്പെക്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നേരത്തെ ഒരു 2 months prior to IVF പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് എത്താനായിട്ട് കുറെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഡോക്ടർ, ഈ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇഞ്ചെക്ഷൻസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഔട്ട്കമ്മിനെ ബാധിക്കുമോ? സോ ഇഞ്ചക്ഷൻ്റെ ബ്രാൻഡ് സെയിം ആണെന്നാണെങ്കിലും അത് എങ്ങനെ കൊണ്ടുവന്നു, എവിടെ സൂക്ഷിച്ചു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 24 hours ഒക്കെ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ എഫിക്കസി ഡെഫിനറ്റ്ലി കുറയും. മാം, ഈ പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് IVF അല്ലെങ്കിൽ വന്ധ്യതാ ചികിത്സയുടെ ആവശ്യമില്ല എന്നൊരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ പരക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? To a certain extent ഇത് കറക്റ്റാണ്. അറ്റ് ദ സെയിം ടൈം ദിസ് ക്യാൻ ബാക്ക് ഫയർ ഓൾസോ ഫോർ സർട്ടൻ കാറ്റഗറി ഓഫ് പേഷ്യൻസ്. വെരി ഓഫൺ നമ്മൾ ഈ 25 to 30 years കാണുന്ന ആളുകൾക്ക് ആവശ്യമുണ്ടാവണമെന്നില്ല. ബട്ട് ദെൻ പോസ്റ്റ് കോവിഡ് വാട്ട് ഐ ഹവ് സീൻ ഇസ് ഇവർക്കൊക്കെ പല ആളുകൾക്കും 25 വയസ്സാണെങ്കിലും 30 വയസ്സാണെങ്കിലും എഗ്ഗിൻ്റെ ക്വാളിറ്റി, സ്പേമിൻ്റെ ക്വാളിറ്റി ഒക്കെ വല്ലാതെ എഫക്റ്റായി കാണാറുണ്ട്. മേ ബി കോവിഡിന് ശേഷമുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ ക്രോണിക് മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടൊക്കെ ആയിരിക്കാം. ഇതല്ലാതെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ 25 അല്ലെങ്കിൽ 30-year-old എന്ന് പറയുന്നത് തന്നെ ഓരോ ഡെക്കേഡ്സ് അക്രോസ് ഡെക്കേഡ്സ് ഇസ് ദിസ് ചേഞ്ചസ്. അതായത് നമ്മൾ 2010 കണ്ട ഒരു 25-year-old ഹെൽത്ത് ഇഫ് യു കമ്പയർ വിത്ത് 2020 കണ്ട ഒരു 25-year-old ഹെൽത്ത് ഇസ് എ വാസ്റ്റ് ഡിഫറൻസ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് പ്രോബബ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡിലുള്ള പൊല്യൂട്ടൻസോ പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ്, ദീസ് ആർ ഓൾ എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ് വിച്ച് ആക്ച്വലി എഫക്റ്റ് അവർ ഹോർമോണൽ ബാലൻസ്. ഇതൊക്കെ കൊണ്ടായിരിക്കാം നമ്മുടെ ഫെർട്ടിലിറ്റി നമ്മൾ
യങ് ഏജിൽ തന്നെ ഇപ്പം എഫക്റ്റ് ചെയ്യുന്നത്. ഇൻഫാക്റ്റ് ഒരാളുടെ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് ഫെർട്ടിലിറ്റീനെയാണ്, ഒരു ഹെൽത്ത് കോംപ്രമൈസ് വരികയാണെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ 25 അല്ലെങ്കിൽ 30 എന്ന് പറയുന്നത് പലർക്കും അതൊരു യങ് ഏജായി തോന്നുമെങ്കിലും their fertility potential might be very different from what their biological age is. In fact, I remember I recently saw a 25-year-old. She was, according to her, she was very healthy. She is eating a good diet and then going to gym and all. But then when we checked her fertility potential, her egg reserve was very low. In fact, machine detect ചെയ്യാൻ പറ്റിയ lowest value of egg reserve സ്കാനിലാണെങ്കിൽ എഗ്ഗിൻ്റെ നമ്പർ കാണുന്നുണ്ടായിരുന്നില്ല. ഷി വാസ് വെരി സാഡ് ആൻഡ് ഡിവാസ്റ്റേറ്റഡ് ടു നോ അബൌട്ട് ഇറ്റ്. യു ക്യാൻ ആക്ച്വലി ഇമാജിൻ ഹെർ സിറ്റുവേഷൻ. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനും അല്ല. സോ നമ്മൾ ഒരു ഏജ്, ഇപ്പോൾ വെൻ വി ഡിസൈഡ് ടു സ്റ്റാർട്ട് എ ഫാമിലി, ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ചെക്ക് ആൻഡ് ദെൻ ഡിസൈഡ് വെദർ ഷുഡ് ബി ഡിലേ ഇറ്റ് ഓർ നോട്ട്. ഓക്കെ, അതൊരു വല്ലാത്ത സാഡ് കണ്ടീഷനല്ലേ. True. But then fortunately science and advancements have so evolved, so there's nothing wrong in taking their advantage. Right. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ അവയർനെസ് പ്രോഗ്രാംസ് ആണ് വേണ്ടത്. കാരണം അല്ലെങ്കിൽ ആൾക്കാരെ അറിയണില്ല ഇങ്ങനെയും കുറേ പുതിയ പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നും നമുക്ക് ഇതിനൊക്കെ ഒരു ഹോപ്പ് ഉണ്ടെന്നും റിയാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അറിയില്ല എന്ന് തോന്നുന്നു. That's the advantage of social media and new people. ഓക്കെ, ഇപ്പം നമ്മൾക്ക് ആ ഒരു പ്രായം കുറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ പ്രായം കൂടിയ ആൾക്കാരുടെ ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടി. അപ്പോൾ പക്ഷേ എന്നാൽ കൂടിയും അത് ഏത് പ്രായത്തിലുള്ളവരായാലും എത്ര കാലം ട്രൈ ചെയ്തതിന് ശേഷമാണ് ഒരു കപ്പിള് നമ്മളൊരു വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടി നല്ലൊരു കൺസൾട്ടൻ്റ് അടുത്ത് വരേണ്ടത്? ഓക്കെ, ഒരു 35 വയസ്സിന് താഴെയുള്ള സ്ത്രീകളാണെങ്കിൽ ഏകദേശം പ്രഗ്നൻസിക്ക് വേണ്ടി 1 വർഷത്തോളം ട്രൈ ചെയ്തിട്ട് ശരിയാകുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബട്ട് ദെൻ ഒരു 35 വയസ്സിന് മേലെയാണ്, അല്ലെങ്കിൽ യു ഓൾറെഡി ഹാവ് എ ഹിസ്റ്ററി ഓഫ് ഇറഗുലർ പീരീഡ്, അല്ലെങ്കിൽ പെയിൻഫുൾ പീരീഡ്, അല്ലെങ്കിൽ ക്രോണിക് എന്തായിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ്, അല്ലെങ്കിൽ പ്രീവിയസ് സർജറി, ഇൻഫെക്ഷൻസ്, അങ്ങനെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡിന് സെക്ഷൽ പ്രോബ്ലംസ് എന്തെങ്കിലും, അല്ലെങ്കിൽ കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ഉള്ള ഒരു കപ്പിൾ ആണെന്നാണെങ്കിൽ ഏർലിയർ കൺസൾട്ടേഷൻ, അതായത് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വിത്തിൻ 6 months ചെയ്തിട്ടും ശരിയാകുന്നില്ല എന്നാണെങ്കിൽ ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈം ഫ്രെയിം വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ, ഒരു യങ് ഏജ് ആയിട്ടുള്ളൊരു കപ്പിളിന് ഒരു 1 year-ഓളം ട്രൈ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ ഏകദേശം 80-90% കപ്പിൾസ് നാച്ചുറലി പ്രഗ്നൻ്റ് ആകാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ അവർക്ക് അൺനെസറി ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പെൻസീവ് ടെക്നിക്കിൻ്റെ ഒരു ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 1 year ടൈം ഫ്രെയിം കൊടുത്തേക്കുന്നതും. ഏജ് കൂടിയിട്ടുള്ള കപ്പിൾ, ബിക്കോസ് ഏജ് കൂടുന്തോറും ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സോ അത് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏജ് കൂടിയിട്ടുള്ള കപ്പിളിന് ഒരു 6 months ടൈം അല്ലെങ്കിൽ ഒരു 3 months ടൈം എന്ന് പറഞ്ഞൊരു ടൈം ഫ്രെയിം വെച്ച് കൊടുത്തിരിക്കുന്നത്. മാം, ഈ PCOS അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻ IVF-ന്റെ ഈ ചികിത്സേനെയും അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങളെയൊക്കെ ബാധിക്കുമോ? അത് ഈ PCOS എന്ന് പറയുന്നത് ഇറ്റ്സ് ഡയറക്ട്ലി ലീഡ്സ് ടു IVF എന്നൊരു കൺസെപ്റ്റ് ഉണ്ടോ? അത് നമുക്കതിന് റിവേഴ്സ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ടാക്കിൾ ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? ആക്ച്വലി PCOD ക്യാൻ ലീഡ് ടു ഇൻഫെർട്ടിലിറ്റി. പക്ഷെ അറ്റ് ദ സെയിം ടൈം എല്ലാ PCOD പേഷ്യൻസിനും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുന്നുമില്ല. വാട്ട് ഹാപ്പൻസ് ഇൻ PCOS ഇസ് ദാറ്റ് ഇവർക്ക് ഒരുപാട് എഗ്ഗുകൾ ഉണ്ടെന്നാണെങ്കിലും ഈ എഗ്ഗുകളൊന്നും ഗ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ ഓവുലേറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ഓവുലേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ പീരീഡ് ഇറഗുലർ ആകുന്നു. അതോടൊപ്പം തന്നെ പല ഹോർമോൺ ഇംബാലൻസുകളും സംഭവിക്കുന്നു. സോ ഈ ഒരു വെയിറ്റ് റിഡക്ഷൻ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വെയിറ്റ് റിഡക്ഷനെ പറ്റിയിട്ട്, ഇങ്ങനെയുള്ള ഹോർമോൺ കണ്ടീഷനിൽ ഇഫ് യു ആക്ച്വലി ലൂസ് വെയിറ്റ്, ഈവൻ 5-10% ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഫെർട്ടിലിറ്റി വിൻഡോനെ റീസെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ മെനി ഓഫ് ദിസ് PCO പേഷ്യൻസ് നാച്ചുറലി കൺസീവ് അല്ലെങ്കിൽ ചെറിയ ഈവൻ IVF-ലേക്ക് പോവാതെ തന്നെ ബേസിക് ട്രീറ്റ്മെൻറ്റ്സിലൂടെ പ്രഗ്നൻസി കിട്ടാറുണ്ട്. ഇനി IVF-ന്റെ ഒരു ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ, അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് റിഡക്ഷൻ, ഫൈൻഡിങ് ഔട്ട് ദ റൂട്ട് കോസ്, ഇപ്പം PCOD അല്ലാതെ വേറെ ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്ഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് IVF-ന്റെ ഔട്ട്കമ്മിനെ അത് ബാധിക്കില്ല. പിന്നെ ജനറലി നമ്മൾ PCO പേഷ്യൻസിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് OHSS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ വരാൻ സാധ്യത കൂടുതലാണ്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആക്ച്വലി ഡു ആൻ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോട്ടോക്കോൾ സ്പെസിഫിക്കലി ഫോർ PCOS. എന്നിരുന്നാൽ തന്നെ ജനറലി നമ്മൾ വൈഡ് സ്പെക്ട്രം ഓഫ് ഇൻഫെർട്ടിലിറ്റി കണ്ടീഷൻസ് നോക്കുമ്പോൾ PCOS-ന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് എഗ്ഗ് ഇല്ലാത്ത സിറ്റുവേഷൻ. അതിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ എൻഡോമെട്രോസിസ് പോലുള്ള സിറ്റുവേഷനെ വെച്ച് നോക്കുമ്പം ജനറലി പ്രഗ്നൻസി ബെറ്റർ ആയിട്ടുള്ള പ്രോഗ്നോസിസ് വൈസ് നോക്കുകയാണെങ്കിൽ ബെറ്റർ പ്രഗ്നൻസി റേറ്റ് ഉള്ള ഒരു സിറ്റുവേഷനാണ് PCOD എന്ന് പറയുന്നത്. മാം, ഈ IVF-ന്റെ ചികിത്സയിൽ ഒരു ഫാസിനേറ്റിംഗ് ആയിട്ട് ഒരു ഫാക്ട് പറയാമോ?
അതായത് IVF ക്യാൻ ആക്ച്വലി പോസ് ടൈം എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ we had a patient who conceived in 2009 through IVF and the baby was a boy baby, healthy born. അത് കഴിഞ്ഞ് cut to 15 years later, whatever the embryos which were frozen at that time in 2009, 2024 we transferred and then again gave birth to a girl baby. So ironically speaking, ഈ രണ്ട് എംബ്രിയോസും ഒരേ സമയത്താണ് ക്രിയേറ്റ് ചെയ്തെങ്കിലും they were birthed 15 years apart. So that's what I meant by IVF can pause time. So it's like an insurance thing which you can actually keep it aside and then say, okay, fine, yeah, this we can use it anytime. In fact, or IVF treatment, you can complete your family, first baby, second baby. In fact, if you want third baby also can be, if there are adequate good quality embryos, that should take care of your family planning. മാം ഈ ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്, ഒരുപാട് ഇന്നോവേഷൻസ് ഉണ്ട്. അപ്പം മാം അത് എങ്ങനെയാണ് ഈ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ അത് പോസിറ്റീവായിട്ട് ബാധിക്കുന്നതായിട്ട് തോന്നുന്നത്? സയൻസ് ഹാവ് റിയലി ഇവോൾവ്. ഇൻഫാക്ട് ഫെർട്ടിലിറ്റി സെക്ടറിൽ നോക്കുകയാണെങ്കിൽ എവറി 10 days ദർ ഇസ് സം ന്യൂ അഡ്വാൻസ്മെൻറ്റ് കമ്മിങ് അപ്പ്. നമ്മളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം മുമ്പൊക്കെ പല ജനറ്റിക് പ്രോബ്ലംസ് ഉള്ള കപ്പിൾസിന് ഒരു അബ്നോർമലായിട്ടൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരോട് പറയുന്നു നിങ്ങൾ അഡോപ്ഷൻ ട്രൈ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങളൊന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ദെൻ നൗ സയൻസ് ഹാവ് ഇവോൾവ് ഇൻ സച്ച് എ വേ ദാറ്റ് വി ക്യാൻ check these embryos for genetic abnormality. എന്നിട്ട് ജനറ്റിക് പ്രോബ്ലം ഇല്ലാത്ത എംബ്രിയോസ് അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ മാത്രം ട്രാൻസ്ഫർ ചെയ്ത് ഈ ഒരു ജനറ്റിക് കണ്ടീഷനെ കംപ്ലീറ്റ് ഇറേസ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോസസ്സിനെയാണ് PGT എന്ന് പറയുന്നത്. എഗൈൻ IVFൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണിത്. അങ്ങനത്തെ രീതിയിലേക്ക് സയൻസ് ആക്ച്വലി ഇവോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സ്പേംസ് ഇല്ലാത്ത പല പുരുഷന്മാരിലും സ്പേംസ് ഉണ്ടാക്കാൻ പറ്റുന്ന അഡ്വാൻസ് ടെക്നിക്സ് ഉണ്ട്. ഇഞ്ചെക്ഷൻസ് കൊടുത്ത് മൈക്രോടീസ എന്ന് പറഞ്ഞിട്ടുള്ള സർജിക്കൽ പ്രോസസ്സിൽ കൂടെ വളരെ ചെറിയ ട്യൂബ്യൂൾസിൽ കൂടി സ്പേംസിനെ നമുക്ക് എടുത്ത് അതിൽ നിന്ന് പ്രഗ്നൻസി വരുത്താൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇപ്പം വളരെ കോമൺലി അവൈലബിൾ ആണ്. ഈവൺ എഗ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഗ് ഇല്ലാത്ത സ്ത്രീകളിലാണെങ്കിൽ തന്നെ നൗ സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ്, PRP ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ കൂടെ നമുക്ക് വി ക്യാൻ റിവേഴ്സ് ഏജ് ലോട്ട് ഓഫ് തിങ്സ്. സോ ഇറ്റ് ഈസ് ക്വൈറ്റ് പ്രോമിസിങ് ഇൻ ഫ്യൂച്ചർ ഓൾസോ.